ഹലോ മക്കളെ, അപ്പം നമ്മളുടെ പൃഥ്വി ബാച്ചിലേക്ക് നമ്മളുടെ ഫ്രീ അഡ്മിഷൻ പ്ലസ് നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാമിന് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സൺഡേ. പക്ഷേ ഒത്തിരി മക്കൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ആ ടെസ്റ്റ് എഴുതാൻ പറ്റിയില്ല. കുറച്ച് പേർക്ക് നെറ്റ്വർക്ക് എറർ കാരണം പകുതി വെച്ച് ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നിങ്ങൾ വിഷമിച്ചപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് നമ്മൾ വീണ്ടും നടത്തും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് മിസ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം കാണാം. ഓക്കെ, ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അത് ഫില്ല് ചെയ്യുക. അപ്പം ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നാളെ ട്യൂസ്ഡേ 2 മണി വരെ മാത്രമേ ആക്റ്റീവായിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ, നല്ലപോലെ ടെസ്റ്റ് എഴുതാൻ പറ്റിയില്ല, അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് എഴുതിയവരാണെങ്കിൽ വീണ്ടും ഈ ടെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. നാളെ 2 മണി വരെ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അതിനുശേഷം അത് ക്ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ 2 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി വരെ അത് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് 3 മണിക്ക് ഇതേ സെയിം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പം നമ്മൾ ആ ടെസ്റ്റ് നടത്തുന്നത് വെനസ്ഡേയും തേഴ്സ്ഡേയും ആയിട്ടാണ്. വെനസ്ഡേ നീറ്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റും അതുപോലെ തന്നെ തേഴ്സ്ഡേ കീമിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുമാണ് നടത്തുന്നത്. അപ്പോൾ അത് തന്നെ ഓരോ ദിവസവും 3 സ്ലോട്ടുകളായിട്ടാണ് നടത്തുന്നത്. വെനസ്ഡേ ആയാലും തേഴ്സ്ഡേ ആയാലും 3 സ്ലോട്ട് ഉണ്ടാവും, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അപ്പം നാളെ വൈകുന്നേരം 3 മണിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈം സ്ലോട്ടും ആ സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട, അപ്പം നിങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ ആ ഒരു സ്ലോട്ടിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതിൻ്റെ ആ ടെസ്റ്റിൻ്റെ ലിങ്കും അവിടെ വന്നിട്ടുണ്ടാകും. ഓക്കെ, നാളെ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ക്ലോസ് ആകും. നാളെ 3 മണിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം സ്ലോട്ടും ആ ടൈമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ടെസ്റ്റിൻ്റെ ലിങ്കും വന്നിട്ടുണ്ടാകും. സെയിം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെയാണ് എൻ്റെ മക്കൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ടെസ്റ്റ് ലിങ്ക് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കും ഉണ്ടാവുക. ആ ടൈമിൽ തന്നെ നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ രാവിലെയാണ് നിങ്ങൾക്ക് ടൈം കിട്ടിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈം രാവിലെ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം മാറി എൻ്റെ മക്കൾ എഴുതരുത്, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത ടൈമിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആ ടെസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ആ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ 10 ഡിജിറ്റ് ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം വെനസ്ഡേയും തേഴ്സ്ഡേ ആണ് എക്സാം. വെനസ്ഡേ നമ്മുടെ നീറ്റിൻ്റെ എക്സാമും തേഴ്സ്ഡേ നമ്മുടെ കീമിൻ്റെ എക്സാമുമാണ്. രണ്ടിനും അപ്ലൈ ചെയ്ത മക്കൾ 2 ടെസ്റ്റും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത ടൈമിൽ മാത്രം ആ ടെസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ ആപ്ലിക്കേഷൻ ഫോം ആക്റ്റീവ് ആയിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 3 മണിയോട് കൂടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം പോകും. അതിനുശേഷം 3 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അലോക്കേറ്റ് ചെയ്ത ടൈമും ടെസ്റ്റ് ലിങ്കും വരുന്നതായിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. വെനസ്ഡേ നീറ്റിൻ്റെ ടെസ്റ്റ് ആയിരിക്കും ആൻഡ് തേഴ്സ്ഡേ കീവിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈമിൽ എൻ്റെ മക്കൾ ടെസ്റ്റ് എടുക്കുക, അടിപൊളിയായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു തവണ എഴുതി നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്ത് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തവർ വീണ്ടും എടുക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇത് എടുക്കാൻ പറ്റാത്തവർക്കും ടെസ്റ്റ് പല കാരണങ്ങൾ കൊണ്ട് ടെസ്റ്റ് പകുതി വഴിക്ക് വെച്ച് നിന്നുപോയവർക്കും വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ടെസ്റ്റൊക്കെ എഴുതി സ്കോളർഷിപ്പോട് കൂടി തന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ പൃഥ്വി ബാച്ചിൽ അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ.